ഹേ ഗായ്സ്, കില്ലാഡീസ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഹേ ഗായ്സ്, നമ്മൾ ഇന്നലെ അരിയിട്ട് കൊടുത്തുകൊണ്ട് വേണ്ട ഇന്ന് മയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇവിടെ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വരും കേട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ മയിലുകൂട്ടനാണ്ട് അവിടെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ. കുട്ടനാണോ കുട്ടിയാണോ അറിയത്തില്ല, പെൺമയിലാണെന്ന് തോന്നുന്നു. ഇന്നാൾ എനിക്ക് എന്തോ ആരോ കമൻറ്റ് ഇട്ടായിരുന്നു പെൺമയിലാന്ന്. എനിക്കറിയത്തില്ല, ഇത് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്ന ലൈവ് എല്ലാവരും കണ്ടായിരുന്നല്ലോ അല്ലേ? ഇന്ന് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്തൊന്നും ആരും ഓൺലൈൻ ഇല്ലായിരുന്നല്ലോ. എല്ലാവരും ജോലിക്ക് പോകുന്ന തിരക്കും ആ സമയവും സ്കൂളിൽ പോകുന്ന സമയവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് തോന്നുന്നല്ലേ പിള്ളേർക്കൊക്കെ. എന്നായാലും ആരെയും ഓൺലൈനൊന്നും കണ്ടില്ല. അപ്പം ഞാൻ കുറച്ച് നേരം ലൈവ് വന്നിട്ട് തിരിച്ചു പോന്നായിരുന്നേ. അപ്പോഴത്തേ നമ്മൾ മാറുമ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അവൾ കഴിക്കാൻ വേണ്ടി വരുള്ളൂ. അപ്പോൾ ഞാൻ കിച്ചുക്കുട്ടിനെ വന്ന് പറഞ്ഞ കാക്കയുടെയൊക്കെ ഭയങ്കര ബഹളം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു മോനെ മയിൽ വന്നെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ കിച്ചുക്കുട്ടൻ പോയി നോക്കിയിട്ട് പറഞ്ഞു അമ്മയെ വന്നെന്നും പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ കൊണ്ട് അരി വെച്ചായിരുന്നേ. കുറച്ച് അരി അതിലെ ഇട്ട് കൊടുത്തപ്പോൾ ഇന്നലെ കഴിച്ചത് കൊണ്ട് ഇന്നും അവിടെ തന്നെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മളില്ലാഞ്ഞപ്പോൾ വന്ന് കഴിച്ചിട്ട് വീണ്ടും കയറി പോയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ കൊണ്ട് വെച്ചാണ് കേട്ടോ. നമ്മളെ കണ്ടപ്പം തിന്നുകൊണ്ടിരുന്നിടത്തുനിന്ന് വീണ്ടും പറഞ്ഞ് അതിൻ്റെ മണ്ടലോട്ട് പോയേ. അത് നമ്മുടെ വാതിക്കലെ പറമ്പുകാർ പണിതേക്കുന്ന ഷെഡാണ്, അതിൻ്റെ മണ്ടയിലാണ് കേട്ടോ എപ്പോഴും വരുന്നത്. ഇന്നാളത്തെ ലൈവ് കണ്ടവർക്കും അറിയാമല്ലോ, അവിടെ തന്നെയാണ് അവളുടെ സ്ഥാനം. അവളാണോ അവനാണോ എനിക്കറിയത്തില്ല. എന്നാലും നമ്മൾ അത് വെച്ചിട്ട് വീണ്ടും മാറിപ്പോയി നിന്ന്. അപ്പോൾ അവിടെ ഒന്ന് നോക്കുന്നുണ്ട് പതുക്കെ നമ്മൾ വരുന്നുണ്ടോ എന്നൊക്കെ. സാധാരണ പേടിയൊന്നുമില്ല. ഇന്നലെ പിന്നെ അതിൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോഴത്തേക്കിനൊക്കെ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മയിലിനെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോയും കാണണം, അതുപോലെ ലൈവും പോയി ഒന്ന് കാണണേ. അപ്പോഴത്തേ അവിടെ നിന്നപ്പോൾ അമ്മയൊന്ന് നോക്കുന്നുണ്ട്, തലയൊക്കെ പൊക്കി. കിച്ചുകൂട്ടിന് ഇടയ്ക്ക് പോയി നോക്കിയപ്പോൾ കിച്ചുകൊണ്ടേ കണ്ടപ്പോൾ പിന്നെയും തിരിച്ചു പോയി കേട്ടോ. നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് പോയി നിന്ന് ബഹളം ഒന്നും വെച്ചില്ലെങ്കിൽ അവൾ അവിടെ തന്നെ നിൽക്കുവേ, കഴിച്ചുകൊണ്ട് നിന്നോളും. പക്ഷേ കിച്ചുകുട്ടിനിങ്ങനെ ഓടി വരുന്ന ഒച്ചയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും പേടിച്ച് വല്ലതും ചെയ്യാൻ വരുവാന്നോർത്തായിരിക്കും പെട്ടെന്ന് പറന്ന് കയറി പോകും കേട്ടോ. അന്നേരം നമ്മളിങ്ങനെ മാറി നിന്നപ്പോൾ അവിടെ നിന്ന് എത്തി കുത്തി നോക്കുന്നുണ്ടോ പെടലിയൊക്കെ വെച്ച്. എന്നിട്ട് ഞാൻ ആ പ്ലാവിൻ്റെ ചോട്ടിലും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അരിയെ. അതെല്ലാം നോക്കി നിൽക്കും. എന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറി പോകുന്ന കഴിയുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ മാറി നിന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പം മയിലിനെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണണം, അതുപോലെ തന്നെ ലൈവും പോയി കാണണേ. അത് കഴിഞ്ഞിട്ട് ഇതേണ്ട ഇപ്പോൾ വരും വീണ്ടും. അപ്പോൾ കിച്ചുകുട്ടിനും കാശിക്കുട്ടിനും ഇപ്പോൾ അവളെ നല്ല പരിചയമായി, അതുപോലെ തന്നെ ഞങ്ങളെയും പരിചയമായെന്ന് തോന്നുന്നു. അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ കൊത്താൻ വരുന്ന ആ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല. കൊത്തുമായിരിക്കും, എനിക്ക് അറിയത്തില്ല ഇതുവരെ. ഞങ്ങളെ കൊത്താനൊന്നും വന്നിട്ടില്ല കേട്ടോ. അരിയൊക്കെ കൊടുത്തു. ഞാനൊരു കപ്പിനകത്ത് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷേ വെള്ളം കുടിക്കുന്നത് കണ്ടില്ല കേട്ടോ. അരി കൊത്തി തിന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാറിക്കഴിഞ്ഞപ്പോഴത്തേ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അകത്തോട്ട് പോയി കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നപ്പോൾ കിച്ചുകൂട്ടൻ വീണ്ടും പറഞ്ഞു ആണ്ടമ്മ വീണ്ടും വന്ന് കഴിക്കുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങൾ അടുത്ത് പോയി നിൽക്കുന്നതാണ് ഇതേ. പക്ഷേ അന്നേരം ഒന്നും കണ്ടോ പറന്ന് പോകുന്നില്ല കേട്ടോ. ഒച്ചയൊക്കെ കേൾക്കുമ്പം കിച്ചുകൂട്ടൻ ബഹളമൊക്കെ വെക്കുമ്പോൾ മാത്രം പേടിച്ചോടി പോവേ. അപ്പോഴത്തേ നല്ല രസമില്ലേ കാണാനായിട്ട്. ഇത് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ കണ്ടിട്ടുള്ളൂ. മറ്റേ വലിയ പീലിയുള്ളതിനെ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ എപ്പോഴും വരുവേ. അതിൻ്റെ തലയിലെ സാധനം കണ്ടോ, അതിൻ്റെ പോലെ തന്നെ പെടലിയിലെ ആ നീലക്കളത്തെ കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. അപ്പോൾ ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസൊക്കെ ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കാണുന്ന ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോകളെല്ലാം കാണാനായിട്ട് മറക്കല്. പണ്ട് വന്ന വീഡിയോയും അത് ലൈവ് വന്നതും എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ കയറി എല്ലാം കാണണം കേട്ടോ. അപ്പോൾ ഇതേ വയർ നിറച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. കുറേ ആയപ്പോഴത്തേക്കും പിന്നെ മതിയായെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മാറി നമ്മുടെ പുറകിലെ പറമ്പിലോട്ട് പോയേ. അപ്പോഴത്തേ നല്ല രസമില്ല കാണാനായിട്ട്. എന്നും കാണുന്നതാണെങ്കിലും കാണുമ്പോഴത്തേക്ക് വീണ്ടും ഒരു അതിശയം പോലെയൊക്കെയാണ്. സാധാരണ ഇങ്ങനെ മയിലൊന്നും നമ്മുടെ പാലക്കാട്, കണ്ണൂർ അങ്ങനെയൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് ഈ മയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയോടെ തന്നെ വരാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഗായ്സ്.